ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ജോസഫ് സാർ, ബഹുമാനരായ അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും എൻ്റെ വന്ദനം. നവംബർ 14 നാം ശിശുദിനമായി ആചരിക്കുന്നത്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു 1889 നവംബർ 14 ജനിച്ചത്. കുട്ടികളെ ഏറെ സ്നേഹിക്കുകയും അവരുടെ കൂടെ ചെലവഴിക്കുവാൻ സമയം കണ്ടെത്തുകയും ചെയ്യുന്ന അദ്ദേഹത്തെ കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും അവരുടെ ക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി അദ്ദേഹം ചെയ്ത സംഭാവനകൾ കണക്കിലെടുത്താണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ശിശുദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയോടൊപ്പം തോളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച അദ്ദേഹത്തെയാണ് സ്വതന്ത്ര ഇന്ത്യയെ നയിക്കുവാൻ ഗാന്ധിജി നിർദ്ദേശിച്ചത്. 1947 ഓഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 മരണം വരെ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക. നാം അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുക. കുട്ടികളുടെ പ്രാധാന്യം വെളിവാക്കുന്ന ഈ വാക്കുകൾ പറഞ്ഞത് മറ്റാരുമല്ല, കുട്ടികളുടെ സ്വന്തം ചാച്ചാജി തന്നെ. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്ന അദ്ദേഹം നിരവധി ലോകോത്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കുവാൻ സുപ്രധാന പങ്ക് വഹിച്ചു. ഭാവി ഇന്ത്യക്കായി കുട്ടികൾക്ക് ആരോഗ്യവും സംസ്കാരവുമുള്ള ഉത്തമ പൗരന്മാരാക്കി വളർത്തുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ ശിശുദിനവും പ്രദാനം ചെയ്യുന്നത്. അറിവിനോടൊപ്പം നന്മയും മനസ്സിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ചാച്ചാജി വിഭാവനം ചെയ്ത ഇന്ത്യയെ കെട്ടിപ്പടുക്കുവാൻ പങ്കാളികളാകാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. എല്ലാവർക്കും ശിശുദിന മംഗളാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.